മാവൂർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചേന്നമംഗലൂർ സ്വദേശിയായ ചേന്നമംഗലൂർ സ്കൂളിൻ്റെ തൊട്ടടുത്ത് കുന്നുംപുറം മെസ്സോസ് നടത്തുന്ന അഷ്റഫ് കെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഒരു സകലകലാ വല്ലഭനാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ മാവൂർ മീഡിയയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഈ ബാക്കിൽ കാണുന്ന ചിത്രം നിങ്ങൾ വരച്ചാണല്ലേ? അതെ, അത് ഇനാമലിൽ ചെയ്തത്. ഈ മേഖലയിൽ വരാനുള്ള കാരണം എന്താണ്? ഞാൻ ചെറുപ്പം മുതൽ UP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ടൈമിൽ ഞാൻ അപ്പം തന്നെ ചിത്രരചനയിൽ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ സ്കെച്ച് ചെയ്ത് അങ്ങനെ അങ്ങനെ സ്വയം ചെയ്ത് പഠിച്ചതാണ്. അല്ലാണ്ട് എവിടെയും പോയി പഠിച്ചിട്ടൊന്നുമില്ല ആർട്ട് വർക്കുകളൊന്നും. പിന്നെ സിമെൻറ്റിൽ കുറച്ച് മോഡലുകൾ ഉണ്ടാക്കും. പിന്നെ അതേമാതിരി കൊത്തുപണികൾ മരത്തിൽ കട്ടില, അലമറ, ഡോറ്, ഇതിലൊക്കെ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ഒരു 25 വർഷം ആയി ഈ മെസ്സ് തുടങ്ങിയിട്ട്. അന്ന് അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഒരു ഹോട്ടലിൽ തുടങ്ങാനുള്ള ചെറിയൊരു സംവിധാനം ഒരാൾ ചെയ്തു തന്ന് വേറൊരു കടയിൽ. അപ്പോൾ അവിടെ കച്ചവടം കുറവായതുകൊണ്ട് സ്ഥല സൗകര്യം കൊണ്ട് ഞാൻ എൻ്റെ പറമ്പിലേക്ക് മാറ്റി. അപ്പോൾ അവരൊഴിഞ്ഞും ചെയ്ത് ഞാൻ തുടങ്ങി. ഇപ്പോൾ 25 വർഷമായിട്ട് ഞാനും വൈഫും ഈ മെസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ ഓരോ ആൾക്കാരെ ഫിഗർ വരക്കാറുണ്ട്, വരച്ച് ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ വേറൊരു ചിത്രമുണ്ട്, ഒരു അക്വേറിയം വരച്ചിട്ടുണ്ട്. പിന്നെ അക്വേറിയം സിമെൻറ്റിൽ ഉണ്ടാക്കാറുണ്ട്. വെള്ളം ചാടിയിട്ട് മലകളിലൂടെ വെള്ളം ചാടി അതൊരു അക്വേറിയത്തിൽ വീണിട്ട് അതിൽ നിന്ന് വെള്ളം റീഅടിച്ച് പോകുന്നത്. അതൊന്നെണ്ണം ചെയ്തതിപ്പോൾ വീട്ടിലുണ്ട്, പഴയതായിട്ടുണ്ട്. പുതിയതൊക്കെ കുറച്ച് സെയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിത്രമില്ലാതെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സിമെൻറ്റിലൊക്കെ പ്രതിമകൾ ഉണ്ടാക്കുക എന്നല്ലാതെ പാട്ട് പാടും? ഓ, ചെറിയ തോതിൽ സംഗീതമൊന്നും പഠിച്ചില്ല, എന്നാലും അത്യാവശ്യം പഴയ പാട്ടുകളൊക്കെ പാടും. സിതാരോ കാ ആംഗൻ ഹോഗാ റിംജിൻ ബരസതാ സാവൻ ഹോഗാ जिल जिल सितारों का आंगन होगा, रिंजिल बरसता सावन होगा. ऐसा सुंदर सपना अपना जीवन होगा, झिलमिल सितारों का आंगन होगा, रिंजिल बरसता सावन होगा. ഇവിടെ സ്റ്റേജിലൊക്കെ സ്റ്റേജിൽ ചെറുപ്പം മുതൽ പിന്നെ സ്റ്റേജിലൊക്കെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒപ്പന, പിന്നെ ഗാനമേള ട്രൂപ്പിലൊക്കെ പോയിട്ടുണ്ട് ചെറുപ്പം മുതൽ. പിന്നെ അതൊക്കെ വിട്ടുപോയി. നിങ്ങൾ സത്യത്തിൽ ഇവിടെ ചേന്നല്ലൂർ ആളാണോ? എൻ്റെ സ്ഥലം ചേന്നല്ലൂർ തന്നെയാണ്. സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ ചട്ടികൾ, അക്വേറിയം, അതുപോലെ തന്നെ ചിത്രങ്ങൾ കണ്ടു. അപ്പം ഇതെല്ലാം അഷ്റഫ് ഫ്രീ കിട്ടുന്ന, അല്ലെങ്കിൽ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണോ, അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണോ? വീട്ടിലെ ആവശ്യത്തിനല്ല, എനിക്കിങ്ങനെ ഓരോന്ന് സംഭവം ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ ഞാൻ സിമെൻറ്റ്, അതിന് വേണ്ട സാധനങ്ങളൊക്കെ സ്വരൂപിച്ച് ഞാൻ അങ്ങോട്ട് ചെയ്യും. ചെയ്യുമ്പോൾ ആരെങ്കിലും വന്ന് ഇത് കൊടുക്കുന്നതാണോ എന്ന് ചോദിക്കും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന് പറയും, അങ്ങനെ കൊടുക്കും. എനിക്ക് ഓരോന്ന് തോന്നും പോലെ ചെയ്യും. അത് തന്നെ. അതിനിപ്പോൾ ചിത്രം വരെയാണെങ്കിൽ എനിക്ക് ഇന്നൊരു അക്വേറിയം വരക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനാമലും മറ്റ് കാര്യങ്ങളൊക്കെ സ്വരൂപിച്ച് അതട് വരക്കും. അപ്പോൾ മനസ്സിലെന്താണോ വരുന്നത് അതട് ചെയ്യാം. അപ്പോൾ അതേമാതിരി കൊത്തുപണിയൊക്കെ ഞാൻ ആ ഫീൽഡിലേക്കൊന്നും ഇറങ്ങിയില്ല. പക്ഷേ ഞാൻ കൊത്തുപണിയിൽ ഇറങ്ങുന്നത് ഖത്തറിലേക്ക് ഒരു ഓഫീസിൻ്റെ ഒരു ഹാഫ് ഡോറിന്മേൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെഴുതി ഒരു ഖത്തറിൻ്റെ എംബ്ലം വരച്ചെടുക്കാൻ വേണ്ടി ഒരാൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച്. ഞാനത് ചാർട്ട് പേപ്പറിൽ വരച്ച്. അപ്പോൾ ചാർട്ട് പേപ്പറിൽ വരച്ച് എഴുതിയൊക്കെ റെഡിയാക്കി. അപ്പോൾ പറഞ്ഞു ഇനി ആ ഡോർമൽ വരച്ച് കൊടുക്കണം പറഞ്ഞു. അപ്പോൾ അത് ഞാൻ കൊണ്ടുപോയി ഇങ്ങാണ്ട് കാർബൺ പേപ്പർ വെച്ച് ആ കൊത്തുപണിക്കാരന് ഞാൻ ആ ഡോർമലൊക്കെ എഴുതി ഒക്കെ റെഡിയാക്കി. ഒരു 10 മിനിറ്റ് ഞാൻ അവിടെ ഇരുന്ന് കൊത്തുപണിക്കാരൻ എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഇരുന്ന് അതിൻ്റെ ഉള്ളെടുക്കുന്നത് കണ്ട് അത് കഴിഞ്ഞ് ഞാൻ പോന്നു.
പിന്നെ എന്നെ കൊണ്ടുപോയ ആൾ എന്നോട് ചോദിച്ചു, അല്ല അഷ്റഫ് എനിക്ക് ഇതേമാതിരി പണിയൊക്കെ ചെയ്തോടെ ചോദിച്ചു. ഓ ചെയ്യാലോ, പക്ഷെ എൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല, ചെയ്യാമെന്നുള്ള ഒരു ധൈര്യം എനിക്കുണ്ട് കാരണം. എന്നാൽ പിന്നെ എൻ്റെ ഫർണിച്ചറിൽ നമ്മളെ ഫർണിച്ചറിലേക്കാണ് പോവുക, എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങാറുണ്ട്. പുളിയൊക്കെ അവിടെ ഉണ്ടാവുക. അവനവിടെ പോയി ഒരു കട്ടിൽമേൽ ഒരു ഡിസൈൻ വരക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ചാർട്ട് പേപ്പറിൽ ഡിസൈൻ വരച്ച്, അപ്പോൾ അയാൾക്ക് ഇഷ്ടമായി. അപ്പോൾ അയാളത് അതിന്മേൽ കൊത്താൻ പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ആശാരിമാരെത്തുന്നൊക്കെ ഉളികളും അതും ഇതൊക്കെ ശേഖരിച്ചിങ്ങാണ്ട് ആ കട്ടില കൊത്തി. അവിടെ നിന്നാണ് ഞാൻ കൊത്തുപണിയിലേക്ക് പിന്നെ നീങ്ങുന്നത്. പിന്നെ ഞാൻ ചെറുപ്പം മുതലേ ആളെ ഫിഗറൊക്കെ വരക്കും. അപ്പോൾ ആ ഒരു സിസ്റ്റം വെച്ച് ഉളിയോണ്ട് ചെയ്യുന്ന അതേമാതിരി അതും ചെയ്യാമെന്നുള്ളൊരു ധൈര്യം വന്ന് അങ്ങനെയാണ് ഞാൻ ഈ ഗീതോപദേശം കൊത്തുന്നത്. ശ്രീകൃഷ്ണനും അർജുനനും തേരിൽ പോകുന്നത്. അതൊരു 10,000 രൂപ കരാറിൽ ചെയ്തതാണ്. പിന്നെ ശ്രീകൃഷ്ണനെ 2,000 രൂപയ്ക്ക് എൻ്റെ സ്നേഹിതനെ കൊത്തി കൊടുത്ത്. പിന്നെ മമ്മൂട്ടിനെ ഗാന്ധിജീനൊക്കെ കൊത്തിയുണ്ട്. ഇവിടെ ഞാൻ പഠിച്ച ഈ സ്കൂളിൽ, ചേന്നല്ലൂർ ഹൈസ്കൂളിൽ ഈ പരിപാടിക്കൊക്കെ ഈ മമ്മൂട്ടിനെ കൊത്തിയത് കുട്ടികൾ കൊണ്ടുപോകലുണ്ട്. അങ്ങനെ കൊണ്ടുപോയി ഒരുപാട് വർഷങ്ങളോളം കൊണ്ടുപോയി അവസാനം അത് നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. പിന്നെ ചിത്രങ്ങൾ ഇതേമാതിരി എപ്പോഴാണ് എന്താ വരക്കണേ തോന്നുക അത് ചെയ്യും. പിന്നെ പെയിൻറ്റിങ്ങിന് പോകലുണ്ട്, വീടിൻ്റെ പോളിഷ് വർക്കിന് പോകലുണ്ട്, എല്ലാ ഡിസൈൻ വർക്കിനും മാർബിൾ ഡിസൈൻ വർക്കിന് ഇതിനൊക്കെ പോകലുണ്ട്. ഇപ്പോഴൊരാഗ്രഹം വലിയ വലിയ വീടിൻ്റെ മുന്നിൽ ഗാർഡൻ വർക്ക് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. പിന്നെ അതിൽ തന്നെ കോമ്പൗണ്ട് വാൾമെന്ന് വെള്ളം മലയിൽ കൂടെ ഒഴുകി വന്നിട്ട് ഒരു അക്വേറിയത്തിൽ ചാടിയിട്ട് അങ്ങനെയുള്ളൊരു വർക്കൊക്കെ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. സൗകര്യം കിട്ടുകയാണെങ്കിൽ, അതിന് ചാൻസ് കിട്ടുകയാണെങ്കിൽ ചെയ്യും. മക്കൾ ഒരാൾ ഡ്രോയിങ് ആണ്, ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ദുബായിൽ PRO ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ആൾ ബഹ്റൈനിൽ അക്കൗണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ മോൻ ആർട്ടിസ്റ്റാണ്. ഓൻ വരച്ച കുറച്ച് ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾ അതേ പാതാണ് അല്ലേ? ഞാൻ എവിടെയും പഠിച്ചില്ലല്ലോ. അപ്പോൾ ഇവന് +2 കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഡിഗ്രിക്ക് പോവില്ലേ എന്ന് ചോദിച്ചോ, ഓൻ പറഞ്ഞ് ഞാൻ ഡിഗ്രിക്കൊന്നും പോകുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ ഇപ്പച്ചിൻ്റെ അതേ വർക്ക്, ആർട്ട് വർക്ക് പഠിക്കാൻ വേണ്ടി പോകാമെന്നതാണ്. അത് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എനിക്കും പഠിക്കാൻ കഴിയാത്ത ഒരു സംഭവമല്ലേ. അപ്പോൾ അവനെ കൊണ്ടുപോയി പഠിപ്പിച്ച് 2 വർഷം അവിടെ ചെയ്തു. പിന്നെ ഡിഗ്രി എടുത്തു. ഇവിടെ സ്കൂളിൽ ഡ്രോയിങ് മാഷായിട്ട് കയറി. അവിടെ നിന്നാണ് പിന്നെ ദുബായിക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് വർക്ക് ചെയ്തും കണ്ട് ഓരോ ആവശ്യക്കാർക്ക് വരച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതലും നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പെൻസിൽ ഡ്രോയിങ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലുള്ള ഫോട്ടോസാണ് ഇപ്പോൾ വരച്ചത്. മുമ്പ് ഞാൻ കളർ ചെയ്ത് ഒക്കെ വരച്ച് കൊടുക്കുകയാണ്. കളറിങ് ഒന്നും പഠിച്ചില്ല, എന്നാലും ഉള്ള അറിവ്, നിങ്ങളെ ഒരു അറിവ് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയൊരു ജന്മന കിട്ടിയൊരു കഴിവ് വെച്ചിട്ട് ചെയ്തു. അപ്പോൾ ഈ കൊടുത്ത ആളുകൾക്ക് നല്ല എന്താ പറയാറ്, കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ പറയാറില്ലേ? ഓ, നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ്. അപ്പോൾ അവർ പറയാം കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാറില്ല ഞാൻ. അവരെന്താ തരുന്നത് വാങ്ങാന്നല്ലാണ്ട് റൈറ്റും കാര്യങ്ങളൊന്നും പറയാറില്ല. എനിക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരവസരം കൂടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചാർജൊന്നും അങ്ങനെ ഈടാക്കില്ല. അത്യാവശ്യം ചെറിയ ചാർജ് വാങ്ങും. Invest your sleep on right mattress. 4-Wish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparamba.